പഞ്ചാബ് കിങ്സ് എവിടെ നിർത്തിയോ അവിടെ തന്നെയാണ് LSG ചേസിംഗ് സമയത്ത് തുടങ്ങിയത്. കാരണം ആദ്യത്തെ 3 ബാറ്റേഴ്സും ഗംഭീരമായിട്ട് തന്നെ, അതായത് ഓപ്പണിംഗിൽ മിച്ചൽ മാർഷ് ആണെങ്കിലും ആയുഷ് ബറൂണി ആണെങ്കിലും രണ്ടുപേരും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അടിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ ഋഷഭ് പന്തും അടിച്ചു ഇന്നത്തെ മാച്ചിൽ. പക്ഷെ നിക്കോളാസ് പൂറിന് അടിക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് എൻഡിലോട്ട് നമ്മുടെ മാർക്രത്തിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടം കൂടി ഉണ്ടായിരുന്നു. ആള് മുകുൾ ചൗധരി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. മുകുൾ ചൗധരി 1-2 ബൗണ്ടറി ഒക്കെ അടിച്ചു. പക്ഷെ അതിനുശേഷം ആൾക്ക് അടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന സമയത്തും മാർക്രം ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ കൂളായിട്ട് 3 6 3 4 അടിച്ച് എനിക്ക് അടിക്കാൻ പറ്റും എന്നുള്ള രീതിയിലും. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞൊരു മാച്ച് ഉണ്ടല്ലോ മുംബൈ ഇന്ത്യൻസിന്റെ, റദർഫോർഡ് ഇതുപോലെ ലാസ്റ്റിലോട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കളീനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കളിയായിരുന്നു ശരിക്കും ഇന്നലത്തെ മാർക്രം അടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ 200 റണ്ണിലോട്ട് LSG എത്തിയതും ചേസിംഗ് സമയത്ത്. ടോട്ടൽ ഏകദേശം 454 റൺസ് ഇന്നലെ ആ ഒരു ഗ്രൗണ്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. LSG കുഴപ്പമില്ലാത്ത രീതിയിൽ അടിച്ചതുകൊണ്ട് തന്നെ 200 അടിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ബൗളിംഗിൽ അത്ര പറയത്തക്ക രീതിയിൽ എല്ലാവർക്കും അത്യാവശ്യം അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കുഴപ്പമില്ലാണ്ട് അടി കുറച്ച് വാങ്ങിയത് നമ്മുടെ വൈശാഖ് വിജയകുമാറും അതുപോലെ തന്നെ നമ്മുടെ മാർക്കോ യാനിസനുമായിരുന്നു. അതിൽ വൈശാഖിന് 1 വിക്കറ്റും മാർക്കോ യാനിസിന് 2 വിക്കറ്റും കിട്ടി. അർഷദീപിന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓക്കെയാണ്, പക്ഷെ എന്നാലും അടി അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. 1 വിക്കറ്റ് കിട്ടി 4 ഓവറിൽ. പക്ഷെ എന്നാലും 10 മേലെ എക്കണോമി പോയിട്ടുണ്ടായിരുന്നു. യുസ്വേന്ദ്ര ചാഹൽ കുഴപ്പമില്ലാത്ത രീതിയിൽ 9ലോട്ട് പിടിച്ചു നിന്നും ഇന്നലെ 1 വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. LSGയിൽ നമ്മുടെ മുഹമ്മദ് ഷമി 50 അടിച്ച പോലെ ഇവിടെ ബാട്ട്ലറ്റ് ആണ് 50 അടിച്ചത് 4 ഓവർ ബോൾ ചെയ്തിട്ട്. ആൻഡ് ഇന്നലത്തെ മാച്ചിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശശാങ്ക് സിംഗ് ഉണ്ടല്ലോ. ശശാങ്ക് സിംഗിന്റെ ആ ഒരു ക്യാച്ച്, പ്രത്യേകിച്ച് ശശാങ്ക് സിംഗിന് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ക്യാച്ച് ആയിരുന്നു ഫസ്റ്റത്തത്. അതായത് ആള് ബൗണ്ടറി ലൈനിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് ആ ക്യാച്ച് എടുക്കാൻ പറ്റുന്നതായിരുന്നു കേട്ടോ. അതിങ്ങനെ നോക്കി അത് അങ്ങനെ നോക്കി നിന്ന് ആ ഒരു ബോളിന്റെ ബൗണ്ടറിയിലോട്ട് വീണ സമയത്തെ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ക്യാച്ച് എടുക്കോ അല്ലെങ്കിൽ 6 തട്ടി മാറ്റാൻ പറ്റുമോ ആയിരുന്നു എന്നുള്ളത് ആ ഒരു കാൽക്കുലേഷൻ തെറ്റിയത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അതായത് ഒരേ സമയത്ത് ചിരിക്കണ ഒരു അവസ്ഥ കണ്ട് സഹതപിക്കണോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് തൊട്ട് മുന്നേ, അതിന് കുറച്ച് മുന്നേ ഈ മാച്ചിൽ അടിപൊളിയായിട്ട് പിടിച്ച ശ്രേയസ് അയ്യറിന് ഇന്നലത്തെ മാച്ചിൽ ഒരു ക്യാച്ച് ഡ്രോപ്പ് ആവുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം എഗെയിൻ ശശാങ്കിന് ഒരു ക്യാച്ചും കൂടി വന്നു. ആ ക്യാച്ചും കുറച്ച് ഈസി ക്യാച്ച് തന്നെയായിരുന്നു, കയ്യിൽ തന്നെ വന്നത്. അത് പിടിക്കാൻ നോക്കി, പക്ഷെ കയ്യിൽ തട്ടിയിട്ട് വീണു. ആ വീണ സമയത്ത് നമ്മുടെ ശ്രേയസ് അയ്യറിന്റെ എക്സ്പ്രഷൻ നല്ല രസമായിരുന്നു കേട്ടോ. ആള് കാരണം ഓൾറെഡി റിക്കി പോണ്ടിങ്ങിന്റെ ഒക്കെ ക്യാമറ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നതായിരുന്നു. റിക്കി പോണ്ടിങ് ഒക്കെ കട്ട ഒരു നമ്മുടെ വാസോണിന്റെ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് കലിപ്പടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ശ്രേയസ് അയ്യറിന് ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശശാങ്ക് ആ ഒരു ക്യാച്ച് മിസ് ചെയ്ത സമയത്ത്. നമ്മളും അറിയാണ്ട് ആ ഒരു മാച്ച് കാണുമ്പോഴേ, ആ ഒരു മൊമെന്റ് കാണുമ്പോൾ നമ്മളും അറിയാണ്ട് ഒന്ന് ചിരിച്ചു പോയൊരു സംഭവമായിരുന്നു ശരിക്കും ഇന്നലത്തെ ആ ഒരു മാച്ചിൽ ഉണ്ടായിരുന്നത്. എന്തായാലും പഞ്ചാബ് കിങ്സ് ജയത്തിലൂടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും തുടരും. ആ ഒരു രീതിയിൽ തന്നെയാണ് പഞ്ചാബിന്റെ ബാറ്റിംഗ് വെടിക്കെട്ടായാലും ബൗളിങ്ങിലുള്ള പിടിച്ചുകെട്ടലായാലും രണ്ട് രീതിയിലും അവർ പെർഫെക്റ്റ് ടീമാണ്. അപ്പൊ ഇനിയുള്ള മാച്ചസ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടെന്നറിയണം.